ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് കേക്കാണ്. 3 ലെയർ ആയിട്ടുള്ള ഈ ഒരു കേക്ക് നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ കേക്ക് നമ്മൾ പാനിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആദ്യം ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാനിവിടെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മെൽറ്റ് ചെയ്ത ബട്ടറും യൂസ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദ ഒരു അരിപ്പ വെച്ച് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. ഇതുപോലെ അങ്ങ് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് പാലിൻ്റെ ആവശ്യം കൂടെ ഉണ്ട്. അപ്പോൾ പാല് കുറേശ്ശെ അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് ഒരു ബാറ്ററാക്കി എടുക്കാം. കാൽ കപ്പ് പാലൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇത് പാനിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിന് മുമ്പായിട്ട് പാൻ ഇതുപോലെ ഒന്ന് ഓയിൽ വെച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. എന്നിട്ടൊരു ബട്ടർ പേപ്പർ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ബാറ്റർ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു സ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊട്ടിപ്പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അടപ്പിന് ഹോളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് അലുമിനിയം ഫോയിൽ വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കണം. എന്നിട്ടൊരു 10 മിനിറ്റ് ചെറു തീയിലിട്ടൊന്ന് വേവിച്ചാൽ മതി. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കേക്ക് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്കുള്ള ക്രീം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 36 ഗ്രാമിൻ്റെ വിപ്പിഡ് ടോപ്പി മിക്സാണ് എടുക്കുന്നത്. അതൊരു ബൗളിലേക്ക് അങ്ങ് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് നല്ല തണുത്ത പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 3-4 മിനിറ്റ് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്കൊരു ബൗളെടുത്ത് അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുതിർത്തിയെടുക്കാം. ഒരു പാൻ എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് പാലും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കണം. ഇതിന്ന് 2 ടേബിൾ സ്പൂൺ പാൽ ഒരു ബൗളിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ കോഫി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് വാനില എസൻസ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു ക്രീമിന്. 2 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുള്ള ജെലറ്റിനാണ്. അത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി തീ കത്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ടൊന്ന് ആറണം. അതിന് ശേഷമാണ് നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി വേണ്ടത് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച ക്രീമാണ്. അതിലേക്ക് അങ്ങ് ഇത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി ഞാനിവിടെ ഒരു കേക്ക് റിങ് എടുത്തിട്ട് കേക്ക് ഒന്ന് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ സൈഡത്തെ ഭാഗം നമുക്ക് വേണ്ട. ഈ കേക്ക് റിങ്ങിൽ ഞാനിതുപോലെ താഴെ ഭാഗം നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മുടെ കേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. കുറച്ച് പാലിൽ പഞ്ചസാര ഇട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുത്തിട്ടുള്ള ഈ ഒരു കൂട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതിന് മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ക്രീം ഉണ്ടല്ലോ, അതങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഒരു 15 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഫ്രിഡ്ജിൽ താഴെ വെക്കുകയാണെങ്കിൽ 1 മണിക്കൂർ വെക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ ടോപ്പിൽ ഒഴിക്കുന്ന ഒരു സിമ്പിൾ ചോക്ലേറ്റ് ഗനാഷാണ് അടുത്തത് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് നല്ല ചൂടുള്ള പാൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പിൻ്റെ അടുത്ത് മിൽക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഡാർക്ക് ചോക്ലേറ്റ് ആണെങ്കിൽ ഒന്നും കൂടി ഒന്ന് കാണാനൊരു ഭംഗിയുണ്ടാവും. നന്നായിട്ടൊന്ന് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഈ ഗനാഷ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. ഇനി ഫ്രീസറിൽ വെക്കുകയെന്നുണ്ടെങ്കിൽ 1/2 മണിക്കൂർ കൊണ്ട് നന്നായിട്ട് തണുത്ത് നമുക്കിത് സെറ്റായി കിട്ടിക്കോളും. ഞാനിവിടെ ഫ്രീസറിൽ 1/2 മണിക്കൂർ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്രിഡ്ജിന് താഴെ വെക്കുകയാണെങ്കിൽ 2 മണിക്കൂർ വെച്ചാൽ മതി. ഇത് ഇവിടെ നന്നായിട്ട് ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു കത്തി വെച്ചിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ അങ്ങ് വിടിപ്പിച്ച് കൊടുക്കാം. റാപ്പ് ചെയ്തതൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് ഈ ഒരു കേക്ക് റിങ് ഇതിന്ന് എടുക്കാം. അപ്പോൾ നമ്മുടെ 3 ലെയർ ആയിട്ടുള്ള നല്ലൊരു കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ താഴത്തേത് നല്ലൊരു ചോക്ലേറ്റ് കേക്കും, സെക്കൻഡ് ലെയർ നല്ലൊരു ക്രീമി പുഡിങ്, അതിൻ്റെ ഒരു ടേസ്റ്റാണ്.
പിന്നെ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ നമ്മൾ ഒഴിച്ചിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷാണ്. ഈ ഒരു മിൽക്ക് ചോക്ലേറ്റ് വെച്ചുണ്ടാക്കുന്നതിലേറെ നല്ലത് കാണാനൊരു ഭംഗി ഡാർക്ക് ചോക്ലേറ്റ് വെച്ചുണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഇന്നും നമുക്ക് ഒരുപാട് പേർക്ക് ഹായ് പറയാനുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പേര് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും സ്പെഷ്യൽ ഹായ് അറിയിക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്